വർഷത്തെ ഏറ്റവും മികച്ച സ്കോറും കൊണ്ട് വന്ന ഫ്രാൻസ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഒരു കൊടൂര ടീം, ഇത് കണ്ണും പൂട്ടി ആര് യുദ്ധന്മാരോട് അറിയാം. അതേപോലെ തന്നെ പറയാൻ കാരണം മറ്റൊന്നും അല്ല, വലത്തെ സൈഡ് കളിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബാലൻ ഡി ഓർ ജേതാവ് ഡെമ്പല്ലേ, ഇടത്തെ സൈഡ് കളിക്കുന്നത് ആര് കളി ജയിച്ചാലും മനം കവർന്ന എംബാപ്പെ, നടുക്ക് കളിക്കുന്നത് അപ്കമിങ് ടെറർ ഒലിസെ. അപ്പൊ അതാണ് ഈ ടീം ഏറ്റവും വലിയ മുന്നേറ്റ നിലയം കൊണ്ടാണ് അവർ വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ടീമിനെ അടിക്കാൻ പറ്റിയ ഒറ്റൊരു ടീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വേൾഡ് കപ്പ് നിങ്ങൾ കണ്ടതാണ്, 2022 ഫൈനൽ നിങ്ങൾ കണ്ടതാണ്. അതിലെല്ലാവരും പറയുന്നത് മനം കവർന്ന എംബാപ്പയാണ്, ഫ്രാൻസ് ആണെന്ന്. നിങ്ങൾക്കൊരു കാര്യം അതിന്റെ താഴെ ഇപ്പൊ ഫോട്ടോ പിൻ ചെയ്ത് വെക്കാം. ആ ഒരു കളിയിലെ ഒരു മേഖലയിൽ ഫ്രാൻസ് ആധിപത്യം പുലർത്തിയിട്ടില്ല എന്നതാണ് സത്യം. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ അതൊക്കെ നമ്മൾ ഫ്രാൻസ് കേൾക്കുമ്പോഴും ജർമ്മനി കേൾക്കുമ്പോഴും മുട്ടിടിക്കുന്നതൊക്കെ അങ്ങ് പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 6-7 വർഷം മുമ്പ്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. കൊടുത്ത അടിച്ചണ്ണാക്കിൽ തിരിച്ചും തരുന്ന ടീമാണ് നമ്മൾ അതിനെ ഇറങ്ങുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ തല്ലാനും കൊല്ലാനും പറഞ്ഞ 11 പേരുമായിട്ടാണ് മെസ്സിയും ടീമും ഇറങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മളെ കോച്ച് എന്ന് പറയുന്നത്